ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിം മാസ്റ്റർ എംസെഡ്. നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ഗ്രാനി ഫോർ ദ റിബല്യൺ ആയിട്ടാണ്. വീണ്ടും അല്ല, ആദ്യമായി വന്നിട്ടുള്ളത് ഗ്രാനി ഫോർ ദ റിബല്യൺ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ മാസിനുണ്ട് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് നൊസ്പെറാറ്റോ, സ്ലെൻഡറിൻ എല്ലാവരും ഇല്ല, എല്ലാവരും ഉണ്ട്. എല്ലാ കുടുംബക്കാരുമായിട്ട് ഇന്ന് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പോകണം ഗൈസ്. നമ്മളൊരു സംസ്ഥാന സമ്മേളനത്തിന് പോവുകയാണ്. കണ്ടു മടുത്താണ്. അപ്പൊ ഗൈസ് നമ്മൾ തവണ നീച്ചാണ്. അപ്പൊ നേരെ നീറ്റിട്ട് പോവുകയാണ്, ചാവാൻ വേണ്ടി പോവുകയാണ്. ഇതിനടിയിലൊക്കെ കീ വെക്കും. കിട്ടണം അവിടെ തന്നെ. ഓ എന്താണത്, ആന ഹെൽപ്പുള്ള കീയോ. ഒരു ഇതുണ്ട് ഗൈസ്, മറ്റേ ഗ്രാനിൻ്റെ ഒന്നും മാതിരി ഒരു സ്മൂത്തിങ് ഇല്ലത് ഈ ഗെയിം. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഗ്രാനി 1 ഗൈസ്, ഗ്രാനി ഏറ്റവും ബെസ്റ്റ് ഗെയിം. പക്ഷേ അതിലാണെങ്കിലോ സൂ ഡ്രൈവർ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. അത് വല്ലാത്ത ഉപകാരമായിപ്പോയി. വരുന്ന നൊസ്പെറാറ്റോ വരുന്നുണ്ട് ഗൈസ്. അപ്പം ഒരു കള്ളച്ചളവൻ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ആഹാമോ വന്നില്ല. ആഹല്ല, ഐസിയുമോ വന്നില്ല ഗൈസ്. ഐസിയുമോനെയും കാണില്ല, ഹയനെയും കാണില്ല. ആ ഹയ വരുന്നുണ്ട് ഗൈസ്. ഹയ വരുന്നുണ്ട്. മുണ്ടാതൊക്കെ അല്ല, ഹയ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഐസിയുമോനെ കാണുന്നില്ലല്ലോ. ഐസി മോളുണ്ട് ഇവിടെ, മോനില്ല. നമ്മൾ മേലോട്ട് പോവാം. മേലെ വല്ലതും മേലൊന്നും വല്ല നൊസ്പെറാറ്റോ അവിടെ തന്നെ. ഞാനും അവിടെ നിന്ന് ഇറങ്ങിക്കുന്നു. നൊസ്പെറാറ്റോ അവിടെ തന്നെ നോക്കാൻ പോയി. നടക്കുമ്പോൾ എന്തൊരു സൗണ്ട് ആർക്കറിയാം. ഇത് നോർമല്ല, ഈസിയാ. ഹാമർ എന്താ ഗൈസ് അതിൻ്റെ മേലെ? അവൻ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഹാമർ അതിൻ്റെ മേലാണ് ഗൈസ്. നമുക്ക് നോക്കട്ടെ. ആ ജയിലിൻ്റെ അപ്പുറത്ത് എന്താണ്? ബാറ്ററി എവിടെയാണ് ഗൈസ്? നമുക്കിത് ഏത് എസ്കേപ്പാ ചെയ്യാം? നമുക്ക് കാറ് ചെയ്താലോ? കാർ ചെയ്യാലേ. ബാറ്ററി എവിടെ ഉള്ളത്? അതിന് നമുക്ക് ലിവർ വേണം. ഏറ്റവും കൂടുതൽ സാധനം അതിനാണോ കിട്ടണം? അതിന് അത് ചെയ്യാം. അതല്ലേ അല്ല, വെറുതെ ഫസ്റ്റ് തീരുമാനിച്ച് നമ്മൾ പൊട്ടും. എനിക്കൊന്ന് ബേസ്മെൻറ്റ് എസ്കേപ്പ് ഈ പിന്നെ എളുപ്പം. കാരണം ഡയമണ്ടും ബേസ്മെൻറ്റ് കീയും മതിയായി എഴുതിയിരിക്കാൻ. ഹാൻഡിലും വേണം, മാറിപ്പോയി. ഒക്കെ വല്ലതും ഉണ്ടോ? ഈ ഓവൻ തുറക്കുമ്പോൾ പൊട്ടിത്തെറി ഗൈസ്. ബേസ്മെൻറ്റ് എസ്കേപ്പുള്ള ഒരു സാധനം കിട്ടി, ഹാൻഡിൽ. അപ്പോൾ കാറിനുള്ളതൊന്നും കിട്ടി? കാറിനുള്ള ബാറ്ററി ഉണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ആ വൈൻഡപ്പ് കീ ഗൈസ്. നമുക്ക് ഗണ്ണ് കിട്ടി. എല്ലാത്തിനും ഇട്ടിട്ടൊന്ന് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് അതാ വരുന്ന. അതാ പോണി, അതാ പോണം. അതാ വരുന്നതായിപ്പോയി. ഞാൻ കയറി പോവാ. എന്നസ്ത്രപ്പുള്ള കറുപ്പും സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ഫ്ലോപ്പ്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവൻ്റെ ഹയ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിന്നെനിക്ക് തീരെ പേടില്ല. ഹൈ 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 ഹൈ. തള്ളപ്പൂർന്നണ്ട കയറി ഒന്ന് ഗൈസ്. കഷ്ടപ്പെട്ട് നൊസ്പെറാറ്റോനെ കടത്തി പൊട്ടിച്ച് വരുമ്പോ ഗ്രാനി കൺമുന്നിൽ. അവനവിടുന്ന് പോണം. വേണ്ടാത്ത കുറെ സൗണ്ട് ഉണ്ടാക്കും. ഡ്രൈവർ ഇതിനും ഐ സി പോകണം തോന്നുന്നു. മറ്റാളെ കണ്ടില്ലല്ലോ നമ്മള്. അങ്ങോട്ട് ഇങ്ങനെ പോണേ കണ്ടിട്ടുള്ളൂ. സൂ ഡ്രൈവർ എടുത്തു വന്ന് നമ്മളാ റൂമിലൊന്ന് തുറക്കാണ്ട്. കുടുംബസമ്മേളനം എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഇല്ല, 2 ആളുണ്ടല്ലോ. ഗ്രാൻഡ് പച്ചട്ടി അതാ പോകുന്ന ബുദ്ധി. ഗ്രാനി വീടാണ്. ബുദ്ധിയില്ലാത്ത ജന്തു. തലയുണ്ട് മൊട്ട. ഗ്രാനി മൊട്ടാണ്, ഗ്രാൻഡ് പി മൊട്ടാണ്, നൊസ്പെറാറ്റോ മൊട്ടാണ്. സ്ലെൻഡറിനൊക്കെ മാത്രമേ കുറച്ചും കൂടി മുടിയുള്ളത്. അതന്നെ, സ്ലെൻഡറിനൊക്കെ പിന്നെ മുടിയുണ്ട്. ബാക്കി എല്ലാവരും മൊട്ടാന്ന് പറയും. പിന്നെ ആഞ്ചലീനൊക്കെ ഉണ്ട്. ആഞ്ചലീന മറ്റേ അമ്മായിൻ്റെ മാതിരിയാ, ബാക്കിൽ മറ്റേ ഉണ്ടൊക്കെ ഇങ്ങനെ കെട്ടിച്ചിട്ടാ പോവാ. ഞാൻ പറയുന്നത് ഇവിടുന്ന് ഉപകാരമുള്ള ഒന്നും കിട്ടൂല. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേസ്മെൻറ്റ് എസ്കേപ്പാണ്. കാക്കി കണ്ട. ഇപ്പോൾ നൊസ്പെറാറ്റോ എല്ലാവരും പാടി കുടുംബസമ്മേളനം ആയിക്കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരും. നൊസ്പെറാറ്റോയും ഗ്രാനിയൊക്കെ. നമ്മളെ ഗ്രാൻഡ് ഇപ്പോൾ വരില്ലടോ, അതാ സീന്. എല്ലാവരും ഇങ്ങോട്ട് വരാണ് പിന്നെ ഉപകാരം ഉണ്ടേ.
ഞാനിപ്പോൾ അവിടെ നമ്മൾ ആ ചാവി എവിടെ ഇനി അതിൻ്റെ പിക്ക് മേളിൽ അവിടെ നിന്നല്ല നമ്മളെ പിടിച്ച ഗ്രാനി ഒരുത്തം പേരുണ്ട് അടുത്താളും രണ്ടാളും നങ്കൂരമായ നങ്കരെ ഗ്രാൻഡ് പാടി ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാടി മാടി വൈൻഡപ്പിക്ക് മോളുണ്ട് നൊസ്ഫെറാറ്റോ നൊസ്ഫെറാറ്റോൻ്റെ ചള്ളടിച്ച് പിടിക്കണം ഗൈസ് ഗ്ലിച്ചായി പോയോ ഗൈസ് ചാവി കാണുന്നില്ല ഇതാണ് ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഗൈസ് ചാവി പോയി മിക്കവാറും അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനമാണ് അതിനോട് ഇനി ബേസ്മെൻറ്റ് എസ്കേപ്പിന് വല്ല സാധനമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ചത്ത് ഗൈസ് എനിക്കറിയില്ല എന്തായാലും ഞാൻ അതിനെ മൈൻഡാക്കില്ല ഞാൻ വേറെ ഇപ്പം എന്തെങ്കിലും പോയി തപ്പിയോട്ടെ ഗൈസ് അതിനെ ഞാൻ മൈൻഡാക്കണില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല പാഡിലേക്ക് വല്ലതും ആണെങ്കിൽ കുഴപ്പമില്ല ബേസ്മെൻറ്റിക്ക് ആണെങ്കിലും പറയില്ല ഞാൻ ചാടിയ ഗ്രാൻഡ് ഉണ്ടാവും കഴിച്ചിട്ടായി അതാ നിൽക്കണം ദൂരെ കഴിച്ചില്ലാത്തതിനോട് കുഴപ്പമില്ല ഇവിടുന്ന് നമ്മളെ ഒരാൾ കുടിക്കാൻ വന്ന് നമുക്ക് ഇങ്ങനെ വെട്ടിച്ചു പോവാം എല്ലാവരും പാടി വന്നാൽ നല്ല രസമുണ്ടാവും വൈൻ്റെ പിക്ക് ഇവിടെ നിന്ന് കിട്ടീനെ കാണുന്നില്ല ഇവിടെ എന്താ ഒരു കണ്ണ് പോയാലെന്താ അടുത്ത കണ്ണിതാ നമ്മളെ തേടി ICU എന്നാ പൊയ്ക്കോ ഞാൻ തടഞ്ഞില്ലേ എന്താ അതിൻ്റെ തല കിളവ് ഗൈസ് ജിറാഫും തല അൻബീൻ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അങ്ങോട്ട് വരും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അത് അങ്ങോട്ട് പോകും സെൻസർ അതാ ഞാൻ പറഞ്ഞത് എന്തോ സെൻസർ സെൻസർ ആയിനി അവിടെ വേറൊരു സെൻസറുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരില്ല ഗൈസ് എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വ്യൂ പോയിന്റ് മാറിയതിനോട് ഞാനിപ്പോൾ അങ്ങോട്ട് വരില്ല അപ്പം നിൽക്കും ഈ മ്യൂസിക് നിന്നതിനാ ഞാനിപ്പോൾ വരില്ല ഉണ്ടോ അയാളെന്നെ അതാ പോണം ഇംഗ്ലീഷ് എന്താ പോയി ഒളിക്കി വിളിച്ചിക്ക് എത്ര പിള്ള കാണല്ലേ ഹയാ ഗൈസ് ഹയ ഹയമം വരുന്നുണ്ട് ഓടിക്കും ഒറ്റപ്പെട്ട വിഷമത്തിൽ ബാറിപ്പോയി ഇനി നമുക്കില്ലേ ഓൾഡ് കീയും പാടി എടുത്തു വരുന്നു എന്നാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കണ്ട ആ ഓൾഡ് കീ നമ്മളെ കയ്യിലൊന്ന് കിട്ടട്ടെ നമ്മളെ റൂം തുറന്ന ഒരു ചാവില്ലേ ആ ചാവി നമ്മളെ കൈമ കിട്ടട്ടെ അത് കിട്ടിയാലേ കടിക്കാനുണ്ട് കൊണ്ട് ഡോർ ഈസ് ലോക്ക്ഡ് ഇവരെന്ത് കീയാ വേണ്ടതെന്ന് പറയണില്ല നമുക്ക് ഓപ്പണായി വന്ന റൂമെന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ഇവിടെ ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഡോർ ഈസ് ലോക്ക് ഇവിടെ നമ്മളെന്താണ് വേണ്ടത് നമുക്കറിയാലോ നമ്മളെ ഓൾഡിക്ക് ചിങ്ങ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് പിന്നെ ആരിപ്പം ഇങ്ങോട്ട് വിളിച്ചു സ്റ്റോപ്പ് ഭാരതമാതാവാണ് സത്യം ഇന്ത്യ രാജ്യമാണ് സത്യം ഒരു ഈർക്കണമേൽ മൊച്ചിങ് കുത്തിച്ചായി ഈ സമയത്തൊക്കെ കോസ്മികണ്ണ് കൈമേലുണ്ടാവണല്ലേ മറ്റാക്ക് ദൂരക്കാഴ്ച ആർക്കും ഇല്ല ഗൈസ് ഗ്രാനിക്കും ഇല്ല ആർക്കും ഇല്ല വയസ്സായി ചത്തോയില്ലേ എന്താ പോവാത്തത് ഹെയ് ഹെയ് ശല്യം അൻബീൻ ഇപ്പം പോലാൻ തോന്നി ആ ഹയാന്ന് പറഞ്ഞുകൊണ്ട് ഓന് ഇവിടെ നിന്ന് കടത്തി വെട്ടിച്ചിട്ട് നേരെ പോവുക അപ്പം ഗ്രാനൈറ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചമ്മി ഒന്നും പറയാനില്ല ഗ്രാൻഡ് ആയിരിക്കും മിക്കവാറും വരില്ല ഗ്രാനി അടിയിലേക്ക് അത്ര വരില്ല ഗ്രാൻഡ് പി ഇതാ ബനുവാണ് ഇവരെ രണ്ടാളി സുഖവാസ കേന്ദ്രമാണിത് എടാ സെൽഫ് അവിടെ ബ്ലോക്ക് ആക്കിടാ ആ സെൽഫുമ്മ തട്ടിപ്പോയി വരാൻ കഴിഞ്ഞില്ല ഇപ്പം ഗ്രാൻഡ് എങ്ങാനും വന്നാൽ അങ്ങനെ ഉണ്ടാവും തേങ്ങി ഇവിടെ തിരിഞ്ഞു നോക്കാൻ കഴിയില്ലല്ലേ ഇത് വൺ വേ ആണോടാ വന്നു കഴിഞ്ഞാൽ തേങ്ങി അടിയിൽ നൊസ്ഫെറാറ്റും ഉണ്ടാവും ആരുമില്ല ഞാൻ ഒളിക്ക് ഒന്ന് കൈമ കിട്ടട്ടെ
ഷോർട്ട് ഗണ്ണിൻ്റെ ആമോ നമുക്ക് ആവശ്യമില്ല. നമ്മളെ ഗൈൻ്റെ പി അടിച്ചു മാറ്റി കൊണ്ടുപോയില്ല. നമ്മളാ ഹാൻഡിൽ ഇവിടെ ഉണ്ട്. ബേസ്മെൻറ്റിക്ക് ഇനി മിക്കവാറും സക്സസ് ആവാത്തായി. സസ്കസ് എന്താ ഒരു ജാതി ഇവിടെ ഉണ്ട്, വേറൊരു ജാതി അടിയിലാണ്. എല്ലാവരും ഒന്നും കൂടെ വിളിച്ചിട്ട് അമ്മ കൊണ്ട് പോകണമല്ലോ. ഗ്രാൻഡ് എന്തായാലും ഇവിടെ ഉണ്ടാവും. എന്തായാലും നന്നായി. ഞാൻ നൊസ്ഫെറാറ്റു എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമ്മൾ കോസ്മിക് ഗണ്ണ് എടുക്കട്ടെ. പക്ഷെ ആ കോസ്മിക് ഗണ്ണ് ആ സ്റ്റെപ്പിനെ അവിടെ നിന്നൊക്കെ പിടിച്ച് നമ്മൾ ചാവും. അതാണ് സീൻ. അങ്ങനത്തെ എടുക്കുന്നൊന്നും ഇത് പിടിക്കാൻ പറ്റില്ല. ഗ്രാനീനെ കാണുന്നില്ലല്ലോ. നൊസ്ഫെറാറ്റു അടിയിലുണ്ടാവും കയറാം, ഗ്രാനീനെ കാണുന്നില്ല. അതാണ് ഞാൻ ചിലപ്പോൾ മേലോട്ട് ഗ്രാനി വന്നു. ഇനി കുഴപ്പമില്ല. നൊസ്ഫെറാറ്റു ഇപ്പോൾ ഇവിടെ നിന്ന് വരും. നൊസ്ഫെറാറ്റു എന്തായാലും പൈലേ വരുള്ളൂ. അപ്പം നമുക്ക് അതിൽ അങ്ങോട്ട് പോയാലോ. ഷോർട്ടി കട്ട് എടുത്താലോ. ഷോർട്ടി കട്ട് വല്ല ഷോർട്ട് കട്ട് എടുക്കാനോ. നോ, ഐ വാണ്ട് ടു പ്ലേ വാർ. എവിടെ ഓൺലൈനിൽ തേനില്ലേ? അടിയിലുണ്ട്. തീർന്നു. വേറെ ഒന്നും പറയല്ല. പോയിന്നാണ് എൻ്റെ ഒരു ഇത്. എന്താവും എന്തോ. ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ ആ ഓൾഡിക്ക് എടുത്ത് തുറന്ന് അന്ന് കോസ്മിക് കടി വിളിക്കുമ്പോൾ ഈ ഓൾഡിക്ക് ഓനെ മേലെ ഉണ്ട്. ഈ ഓൾഡിക്ക് എൻ്റെ കയ്യിൽ താഴെ വീണ്. താഴെ വെക്കുമ്പോൾ ആ സൗണ്ട് ആയിട്ട് എല്ലാവരും കൊണ്ട് വരും. അപ്പം ഞാൻ കോസ്മിക് കണ്ണ് എടുത്ത് എല്ലാവരും കൊണ്ടൊന്ന് പൊട്ടിക്കുമ്പോൾ നമ്മളെ സൂ ഡ്രൈവർ എടുത്ത് വരണം. നമ്മളെ ഗ്രാനി ചാപ്റ്റർ 2 ആണിത്. കണ്ടോ എല്ലാം അങ്ങോട്ട് വീട്ടിൽ തന്നെ നല്ല പരിപ്പ് വടയും ചായയും കൊടുക്കണ്ടേ. വേണ്ട സൗണ്ട് ഉണ്ട്. ഈ കണ്ണെടുത്തുണ്ടാവും ഈ സൗണ്ടിലേ. ഈ കണ്ണ് അൺലിമിറ്റഡ് ഉണ്ടായതുകൊണ്ട് സീനില്ല. ഉദ്ഘാടനം ആരെയിലായിരിക്കും? മിക്കവാറും ഞാൻ പറയണ മിക്കവാറും ഗ്രാനി ആയിരിക്കും. ഗ്രാനിയാണ് എപ്പോഴും ഞാൻ അങ്ങനെ കണ്ണെടുത്തതിനെ ഫസ്റ്റ് വരിക. നൊസ്ഫെറാറ്റു ആണല്ലോ. രണ്ടാളും കൊണ്ടു. ഓക്കെ സീനില്ല. ഇവിടെ ഗ്രാനിൻ്റെ ബാറ്റ് കാണാം. രണ്ടാക്കും കൊണ്ട് ഒരു വെടിക്ക് 2 പക്ഷി മലർന്നെടുക്കണതാണ്. ഞാനിപ്പം കൂടി വന്നിനെങ്കിൽ ഞാനിപ്പോൾ കൂട്ടും കൊടുക്കും. ഒരു വെടിക്ക് 3 പക്ഷിയാക്കി. വേണ്ട. വന്നാ നന്നായി. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടേ. ഇങ്ങോട്ട് തന്നെ വന്നാ നന്നായി. ഇനി മേളിൽ നമുക്ക് ഈ കോസ്മിക് ഗണ്ണേറ്റ് ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാണ്ട്. ഇവിടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ. നൊസ്ഫെറാറ്റു വന്നിനാ ഒന്നും കഴിയൂല. നൊസ്ഫെറാറ്റു ഇവിടെ ഉണ്ട് സ്പോണാവുക. മുകളിലാ വൈൻഡപ്പിക്ക് ഇല്ലേ, അവിടെ ഒരു സ്ഥലം ഉണ്ട്. അവിടെ സ്ട്രെയിറ്റ് പോയിക്കാന് അവിടെയാണോ സ്പോണാവുക. അവിടെ ആ നീലൻ്റെ അവിടെ സ്പോണാവുക. ഇവിടെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം. അതെന്ത് ചെയ്യാ? മോനെ നമ്മൾ എസ്കേപ്പായി. ബേസ്മെന്റ് കീയും നമുക്ക് നോക്കാം. അത് ഈ ബേസ്മെന്റ് കീ എടുത്ത് താഴെ കൊണ്ടുപോയിട്ടെ. നൊസ്ഫെറാറ്റു സ്പോണാവാതെ ഒന്ന് നമുക്ക് തന്നു. വെറുതെ ഉണ്ട് അതില്. ബാക്കിയെല്ലാ ഗ്രാനിൽ തൊട്ടിയിലെ കൊണ്ട് അതിൽ കൊണ്ട് ടെടി ഇട്ട് കഴിഞ്ഞാൽ സ്ലെൻഡറീന വന്ന് നമുക്ക് എന്തേ തരൂ. പക്ഷെ അതിൽ ടെടിയും ഇല്ല, അങ്ങനെ ഇടാനായിട്ട് ഒന്നുമില്ല. സ്ലെൻഡറീനാണെങ്കിൽ വലിയ വെറുപ്പിയാണ്. വന്നില്ലെന്ന് തോന്നുന്നില്ലേ. സ്ലെൻഡറീനാന്ന് പറഞ്ഞതിന് അപ്പം വരും. ഹയ വന്ന് നമ്മളെ ഹയമോൻ വന്നിട്ടുണ്ട്. ഹയാബൂസമോൻ വന്നിട്ടുണ്ട്. എന്നാ വിളിച്ചു. നമ്മളെ ഹയാബൂസ വന്നിട്ടുണ്ട്. നൊസ്ഫെറാറ്റു ഇവിടെ സ്പോണായെങ്കിൽ ഗ്രാനി എന്തായാലും താഴെ ഉണ്ടാവും. താഴെ സ്പോണായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സ്പോണായിട്ടുണ്ടാവും. കോസ്മിക് ഗണ്ണിൻ്റെ കൈമ കണ്ടിട്ടും പിന്നെ വരാൻ നിൽക്കണം എന്തിനാണ് അല്ലേ? മനപ്പുറം അടി നിൽക്കണൊക്കെയാ. സമ്മറിൻ്റെ ഗ്രാനി ഗ്രാനൈറ്റ് റീവർക്കഡൊക്കെ നമുക്ക് കളിക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ ഗൈസ്.
നിങ്ങളെ താല്പര്യം എന്താ പറയണോ? ഗ്രാനി 2 റീവർക്കടൊക്കെ നമുക്ക് കളിക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാമണ ചാനൽ. ഗായ്സ്, ഞങ്ങൾ കണ്ടായിരുന്നു ഞാൻ ബേസ്മെന്റ് ഒന്ന് കയറി വരുമ്പോൾ ആഹാ ചത്തുപോയി. ഓക്കെ, നമ്മളങ്ങനെ എസ്കേപ്പായി. ഗ്രാനി സ്പോൺ ആയിട്ടുണ്ട്, ഉറപ്പാണ്. നമ്മളെ ഹാൻഡിലെടുത്തിട്ട് അടിയിലോട്ട് പോകാം. വസ്ത്രപ്പുള്ള എന്തായാലും അവിടെ ഇല്ല. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വട്ടത് കംപ്ലീറ്റ് ചെയ്ത് 31 മിനിറ്റ് ആയിട്ടാണ് ഗൈസ്. ഞാൻ വീഡിയോ എടുത്തില്ല, 31 മിനിറ്റ് ആയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോൾ ദാ വേറൊരു 16 മിനിറ്റ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. അതാണ് പരിശ്രമം ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. അതൊക്കെ അത്ര എല്ലാവരും നോക്കുക, ഇവിടെ പോയി ദ എൻഡ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. ഇതിൻ്റെ കാർ എസ്കേപ്പ് വൈകാതെ വരുന്നു. സ്റ്റേ ട്യൂൺഡ്.